ഈ കഴിഞ്ഞ 2-3 ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ കെ.ബി. ഗണേഷ് കുമാറിനെതിരെ, ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ചില ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഒരു ആരോപണം കൂടുതൽ ശക്തി പ്രാപിച്ചത് ആ ആരോപണം KSU ഏറ്റെടുത്തപ്പോഴാണ്. എന്തായാലും ഇന്ന് ആ വിഷയത്തിൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം വരികയാണ്. തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്നാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത്. ഭാര്യ നൽകിയ പരാതിക്ക് പിന്നിൽ കോൺഗ്രസ് ആണ് എന്നാണ് മന്ത്രിയുടെ പക്ഷം. തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇത്തരം പരാതികളൊക്കെ വരാറ്. പരാതി തെറ്റാണെങ്കിലും അല്ലെങ്കിലും പത്തനാപുരത്തെ ജനം അത് പുച്ഛിച്ച് തള്ളും. താൻ മികച്ച പൊതുപ്രവർത്തകനാണ്, പ്രണയിക്കുന്നത് തെറ്റല്ല എന്നും പ്രണയം എല്ലാവർക്കും ഉണ്ടെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ഇതൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ വരുന്ന ഓരോ കാര്യങ്ങളാണ്. ഈ ഒരു മനുഷ്യന്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത്. ഇത് രാഷ്ട്രീയമാണ്. ഗണേഷ് കുമാർ എന്ന ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ, ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തു, നാടിനെന്ത്, കേരളം എന്ന സംസ്ഥാനത്തിന് എന്ത് ഗുണം ചെയ്തു. മാതൃഭൂമി പത്രം നടത്തിയ സർവേയിൽ തന്നെ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് എന്നെ തിരഞ്ഞെടുത്തത് ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം, ഞാൻ ചെയ്യുന്ന ജോലി, എൻ്റെ സത്യസന്ധതയുള്ള വിശ്വാസം. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് അവൻ്റെ സത്യസന്ധതയും അവൻ്റെ അഴിമതിരഹിതമായ ഭരണവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലുമാണ്. അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നത്, പൈസ കൊടുത്ത് രാഷ്ട്രീയം, ഇവിടെ കോൺഗ്രസ് UDF നടത്തുന്ന ഒരു രാഷ്ട്രീയമാണത്. അതിനകത്ത് BJPയും പങ്കാളികളും. രാഷ്ട്രീയമായി ഇത് ഒരു കാര്യം ഞാൻ പറയാം, പത്തനാപുരത്തെ നിയമമണ്ഡലത്തിൽ ഇത്തരം കഥകൾക്ക് യാതൊരു പ്രസക്തിയില്ല. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് 1 അല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായാൽ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നോ? നമ്മൾ രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു, വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. മാധവിക്കുട്ടി മരിക്കുന്നവരെയും പ്രണയിച്ചു. ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചാണ്. ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കൂ. ഗണേഷ് കുമാറിന് 1 അല്ല 5000 പ്രണയമുണ്ട്. തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. കാരണം ഒരാളെ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഞാൻ അഴിമതിക്കാരനാണെന്ന് പറയാൻ പറ്റില്ല, ഇടുകാര്യസ്ഥയുള്ളവനാണെന്ന് പറയില്ല. ഞാൻ വർഗീയവാദിയല്ല, ഞാൻ അഴിമതിക്കാരനല്ല, ഞാൻ ജനങ്ങളെ ദ്രോഹിക്കുന്നവനല്ല. KSRTC ജീവനക്കാരെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. അവരൊന്നടങ്കം എൻ്റെ കൂടെ നിൽക്കണം. ഒരാൾ ഏറ്റവും മിടുക്കനാണെന്ന് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രഭുത്വതയുള്ളവരാണ്. അവർ പറയുന്നു ഗണേഷ് കുമാറാണ് ദി ബെസ്റ്റ് മിനിസ്റ്റർ. ഈ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതുപോലുള്ള കുറച്ച് അലവലായിത്തരങ്ങൾ വരും. അത് ഞാൻ നേരത്തെ പ്രതീക്ഷിക്കുന്നതാണ്, എല്ലാ തവണയും ഉള്ളതാണ്. പ്രണയത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതകരമായ കാര്യമല്ല. ഗണേഷ് കുമാറിന് പ്രണയമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാവരും പ്രണയിക്കും, അപ്പോൾ ആർക്കും അസൂയ ഉണ്ടാവില്ല. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ചോദ്യം ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന ആരോപണം ശരിയാണോ എന്നുള്ളതായിരുന്നു. അതായത് ഭാര്യ പരാതി നൽകിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. പ്രണയത്തെക്കുറിച്ച് മന്ത്രി വാചാലനാകുന്നത് കണ്ടു. പക്ഷേ ആ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അങ്ങനെ ഒരു പരാതി സ്വന്തം ഭാര്യ നൽകിയിട്ടുണ്ടോ? അത് വസ്തുതയാണോ? അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ഈ ചോദ്യത്തിന് മന്ത്രി എന്തെങ്കിലും മറുപടി പറഞ്ഞോ? അതുതന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് അത്തരത്തിലൊരു പരാതി നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി നൽകിയത് ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ മറ്റാരെങ്കിലും ആളുകളുടെ ചട്ടുകമായി പ്രവർത്തിച്ചിട്ടുണ്ടാകാം. ഈ വട്ടുമൂത്താൽ ആർക്കും വേണമെങ്കിലും പരാതിപ്പെടാം, ഞാനും പരാതിപ്പെടുമെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സൂചിപ്പിച്ചത്, ഈ ഉയരുന്ന ആരോപണങ്ങൾ തള്ളാനും കൊള്ളാനും മന്ത്രി നിന്നില്ല എന്നുള്ളതാണ്. ആരോപണം ശരിയാണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് കേരള സമൂഹത്തിനോ പത്തനാപുരത്തിനോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല എന്ന തരത്തിൽ പറഞ്ഞു പോയി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രണയത്തെപ്പറ്റി വാചാലനാകുന്നു, പ്രണയമില്ലാത്തവരാണെന്ന് ചോദിക്കുന്നു. അത്തരത്തിലുള്ളൊരു സംഭാഷണത്തിലൂടെയാണ് മന്ത്രി ഇന്ന് കടന്നുപോയത്. പക്ഷേ ഈ പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നത്, ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് സ്റ്റേഷനുകളിലും പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രണയത്തെക്കുറിച്ച് വാചാലാകുന്നയാൾക്ക് ഒരു പരാതി അത്തരത്തിലൊരു പരാതി ലഭിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നിന്ന് പറഞ്ഞു പോകാൻ കഴിയില്ല. ഇത്തരത്തിൽ കാര്യങ്ങളെ ലളിതമായി സമീപിക്കാനും കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. നിലവിൽ പരാതി ലഭിച്ചാൽ കാര്യത്തിന്റെ ഗൗരവം അത് മാറുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഇലക്ഷൻ ആകുമ്പോൾ ഇത് രാഷ്ട്രീയമായി, തെരഞ്ഞെടുപ്പാകുമ്പോൾ രാഷ്ട്രീയമായ പകപോക്കൽ എപ്പോഴും. പ്രണയമുണ്ടോ രാഹുൽ? രാജീവ് ഗാന്ധിക്ക് പ്രണയമുണ്ടോ എന്നുള്ളതല്ലല്ലോ വിഷയം. കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഭാര്യ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പ്രണയവും പരാതിയും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു പരാതി ഒഫീഷ്യലായി ഭാര്യയുടെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ടോ രാഹുൽ?
നിലവിൽ എന്തായാലും ഇന്നലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട 3 സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടിരുന്നു. അവിടെയൊന്നും ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. കാരണം ഇങ്ങനെ വാർത്ത ഉയർന്നപ്പോൾ തന്നെ പരാതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം ആദ്യം നടത്തിയത്. അതുകൊണ്ട് അത്തരത്തിൽ പരാതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികരിച്ചാൽ മതി എന്ന നിലപാടിലായിരുന്നിരിക്കണം മന്ത്രിയുള്ളത്. കാരണം ഔദ്യോഗികമായ ഒരു പരാതിയും ആർക്കും ലഭിച്ചിട്ടില്ല, പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പരാതി വന്നു കഴിഞ്ഞാൽ ആര്യ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഗൗരവം മാറും. പിന്നീട് മന്ത്രിയായിരിക്കുമ്പോൾ ആ പരാതിയിന്മേൽ അല്ലെങ്കിൽ ആ പരാതി നൽകുന്ന ഘട്ടത്തിലൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആലോചനകളും തീരുമാനങ്ങളും ഉണ്ടാകേണ്ടി വരും. നിലവിൽ എന്തായാലും പരാതി ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ വ്യക്തിപരമായ കാര്യമാണ്, അത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. വ്യക്തിപരമായ കാര്യം ആരെയും ബോധ്യപ്പെടുത്തേണ്ട എന്ന തീരുമാനത്തിലേക്കാണ് പോകുന്നത്. അത് തള്ളാനും കൊള്ളാനും നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് മറ്റുള്ള ആളുകൾ, ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകളെ ഗണേഷ് പറഞ്ഞതുപോലെ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്, അത് വസ്തുതയാണ്. പലതരത്തിലുള്ള ആരോപണങ്ങൾ വരും. പക്ഷേ ഇവിടെ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എതിർ പാർട്ടിയിലുള്ള നേതാക്കൾ ആരുമല്ല, എതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയൊന്നുമല്ല, സ്വന്തം കുടുംബത്തിൽ നിന്ന് സ്വന്തം ഭാര്യയാണ്. അതും വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പരാതി. വളരെ മോശമായ സാഹചര്യത്തിൽ തന്റെ ഭർത്താവിനെ കണ്ടു എന്നുള്ള, പല സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്നുള്ള പരാതിയാണ് ഭാര്യ പറയുന്നത്. അത് തെറ്റാണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന ന്യായീകരണം കൂടി മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. തീർച്ചയായും അത് തന്നെയാണ്. അത്തരത്തിൽ ന്യായീകരണം വരുന്നില്ല. പ്രണയങ്ങളുണ്ട്, അത് ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പരിധി കടന്നുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല എന്നും രണ്ടാം വരിയായി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോഴും പരാതി കൊടുത്തിട്ടുണ്ടെന്ന സൂചന തന്നെയാണ് മന്ത്രി നൽകിയിട്ടുള്ളത്. പക്ഷേ ആ പരാതി കൃത്യമായൊരു ഫോറത്തിൽ എത്തിയോ അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായോ എന്നുള്ള ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. ഏറ്റവും പ്രസക്തമായ ചോദ്യം തന്നെയാണ്. കാരണം ഇന്നലെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോഴും പരാതി ഇല്ല എന്നാണ് ഔദ്യോഗികമായി അറിയാൻ കഴിയുന്നത്. ഇനി അങ്ങ് പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായ കാര്യമായി മാറ്റിവെക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ട്. മന്ത്രി ഇത് പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണെന്നാണ്. നിലവിൽ എന്തായാലും പരാതിയുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ചയാൾ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഔദ്യോഗികമായി പരാതി നൽകിയെന്ന് സ്ഥിരീകരിക്കുകയോ ചെയ്യാതെ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രതികരണം അല്ലെങ്കിൽ കുറച്ചുകൂടി ഗൗരവത്തിലുള്ള പ്രതികരണം മന്ത്രിയിൽ നിന്ന് നേടാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം. കാരണം ഇത് വ്യക്തിപരമായ കാര്യം മാറ്റി നിർത്തുന്നു. ഇങ്ങനെ പരാതി നൽകിയെന്നുള്ള ഗുരുതരമായ ആരോപണം ആണ് ഇപ്പോൾ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതായത് പോലീസിനെ ബന്ധപ്പെട്ട് പോലീസ് അവിടേക്ക് വന്നു, എന്നിട്ട് പോലും പോലീസ് ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ ഒരു ആരോപണം കൂടിയാണത്. അപ്പോൾ അതിലെ വസ്തുതയാണ് അറിയേണ്ടത്. പ്രണയത്തെക്കുറിച്ചൊക്കെ, കേരളത്തിലെ എഴുത്തുകാരുടെ പ്രണയത്തെക്കുറിച്ച്, രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളുടെ പ്രണയത്തെക്കുറിച്ചൊക്കെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. ശരിയാണ്, അതിൽ വസ്തുതയുണ്ടാകാം. പക്ഷേ കെ ബി ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ഉന്നയിക്കുന്ന ആരോപണത്തിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, എന്തായാലും കുറെ കാര്യങ്ങൾ പറഞ്ഞു. തന്റെ പൊതുപ്രവർത്തന ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. താനൊരു മാതൃഭൂമിയുടെ സർവേയിൽ തന്നെ മികച്ച മന്ത്രിയായി തെരഞ്ഞെടുത്ത കാര്യമൊക്കെ പറഞ്ഞു. അതെല്ലാം ശരി. പക്ഷേ ചോദിച്ച ചോദ്യത്തിനും ഉയരുന്ന ആരോപണത്തിനും എന്തായാലും മന്ത്രിക്ക് മറുപടിയില്ല, മിണ്ടാട്ടമില്ല.